പാഠം 734. വാക്കുകൾ പാലിക്കാനുള്ളതാണ്. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. നമസ്കാരം സാർ. എന്താണ് വിശേഷങ്ങൾ? എന്താ സാർ? അതെയോ? നാളെയോ? എത്ര മണിക്കാ സാർ? എന്താ സാർ സംശയം? ഞാൻ ഉറപ്പായിട്ട് വന്നിരിക്കും. വേണോ? വേണ്ട സാർ, ഞാൻ പറഞ്ഞോളാം. ശരി സാർ, വിളിച്ചതിൽ വളരെ സന്തോഷം. ഹാമേ, തഹസിൽദാർ വിളിച്ചിരുന്നു. എന്തിനാ വിളിച്ചതറിയാമോ? നിന്നോടാണ് ചോദിച്ചത്. തഹസിൽദാർ വിളിച്ചത് എന്തിനാണെന്ന് അറിയാമോ എന്ന്. തഹസിൽദാർ വില്ലേജ് ഓഫീസറെ വിളിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ എങ്ങനെ അറിയാനാ മോനട്ടാ? ഇത് ആഫീസ് കാര്യവുമായി ബന്ധപ്പെട്ടൊരു കാര്യമായിരുന്നില്ല. ഇനി പറയാമോ തഹസിൽദാർ വിളിച്ചത് എന്തിനാണ് എന്ന്? എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്, ഒന്ന് ശല്യപ്പെടുത്താതെ പോകാമോ മോനട്ടെ? എന്ത് ശല്യം? ഒരു കാര്യം പറയുന്നത് എങ്ങനെ ശല്യമാവും? കാര്യം മോനോട്ട് പറയണില്ലല്ലോ, വെറുതെ ഇങ്ങനെ വട്ടം ചുരുക്കൊണ്ടിരിക്കല്ലേ. തഹസിൽദാരുടെ മൂത്ത മകന്റെ കുട്ടിയുടെ 3ാം പിറന്നാളാണ് നാളെ. നാളെ വൈകിട്ട് 6 മണിക്ക് തഹസിൽദാരുടെ വീട്ടിൽ വെച്ച് ഒരു ചെറിയ ആഘോഷമുണ്ട്. അടുത്ത ബന്ധുക്കളും പിന്നെ തഹസിൽദാർക്ക് ഏറ്റവും അടുപ്പമുള്ള സഹപ്രവർത്തകരും. ആ പരിപാടിക്ക് ചെല്ലണമെന്ന് പറയാനാണ് തഹസിൽദാർ എന്നെ വിളിച്ചത്. ഓ, അത്രയുണ്ടായിരുന്നുള്ളൂ. അത് ചെറിയൊരു കാര്യമാണോ? ഈ താലൂക്കിന് കീഴിൽ 8 വില്ലേജ് ഓഫീസുകൾ ഉണ്ടെങ്കിലും എന്നെ മോഹനകൃഷ്ണൻ മാത്രമാണ് തഹസിൽദാർ വിളിച്ചത്. അതൊരു വലിയ കാര്യമല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. നാളെ ഓഫീസിൽ നിന്ന് ഇറങ്ങി ആ പരിപാടിക്ക് കൂടെ പോയിട്ടേ വരുള്ളൂ എന്നാണ് മോഹനേട്ടൻ പറയാൻ വന്നത്. ഓ, ആയിക്കോട്ടെ, തീർന്നല്ലോ പ്രശ്നം. ഞാൻ ഒറ്റയ്ക്കല്ല ആ പരിപാടിക്ക് പോകുന്നത്. നിന്നെയും കൂട്ടി ചെല്ലണമെന്നാണ് തഹസിൽദാർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 2 പേരും കൂടിയാണ് പോകുന്നത്. ഞാനും മോഹനേട്ടനും കൂടി ഒരുമിച്ച് ഒരു പരിപാടിക്ക് പോകണം. അതെ, നടന്നത് തന്നെ. എന്താ നടക്കാതെ? എനിക്ക് സൗകര്യമില്ല, അത്രേ ഉള്ളൂ. ഹാമേ, നീ ആ പറഞ്ഞിട്ട് പോകുന്നതിന്റെ അർത്ഥം എന്താ? എന്റെ മേലധികാരിയായ തഹസിൽദാർ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു ചടങ്ങിന് വിളിക്കുമ്പോ നീ എന്റെ കൂടെ വരിക എന്നുള്ളതല്ലേ അതിന്റെ മര്യാദ? ഇങ്ങോട്ട് കാണിക്കാത്ത മര്യാദ അങ്ങോട്ട് കാണിക്കേണ്ട കാര്യം എനിക്കില്ല. എന്ത് മര്യാദ അങ്ങോട്ട് കാണിക്കാത്തത്? ഓ, തഹസിൽദാർ നിന്നെ നേരിട്ട് ക്ഷണിക്കാത്തതാണോ പ്രശ്നം? നിന്നോട് സംസാരിക്കുന്ന തഹസിൽദാർ പറഞ്ഞതാ. ഞാൻ പറഞ്ഞു വേണ്ട, ഞാനതൊക്കെ ഭാമയോട് പറഞ്ഞോളാമെന്ന്. അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. എനിക്ക് മോഹനേട്ടനോട് വരാൻ സൗകര്യമില്ല, അത്രേ ഉള്ളു കാര്യം. അതിപ്പോ തഹസിൽദാരുടെ വീട്ടിൽ നിന്നല്ല, മോഹനേട്ടന്റെ വീട്ടിൽ പോകുമ്പോലും ഞാൻ കൂടെ വരാൻ പോണില്ല. കാരണം? ആലോചിച്ച് നോക്കും മോഹനേട്ടാ. എനിക്കറിയില്ല. ശരിക്കൊന്ന് ആലോചിക്കാം, അപ്പൊ മനസ്സിലാവും. ഇല്ലെന്നേ. നാഴിക്ക് 40 വട്ടം മോഹനേട്ടൻ പറയാറില്ലേ, കെ മോഹനകൃഷ്ണൻ സത്യസന്ധനാണ്, കെ മോഹനകൃഷ്ണൻ കൃത്യനിഷ്ഠക്കാരനാണ്, കെ മോഹനകൃഷ്ണൻ ഒരു ആനയാണ്, കെ മോഹനകൃഷ്ണൻ ഒരു ചേനയാണെന്നൊക്കെ. കെ മോഹനകൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണെന്ന് ഒരു ദിവസത്തിൽ 3 പ്രാവശ്യമെങ്കിലും മോഹനേട്ടൻ പറയാറുണ്ട്. എന്നിട്ട് ഇങ്ങനെയാണല്ലേ വാക്ക് പാലിക്കുന്നത്? ഞാൻ എന്ത് വാക്ക് പാലിക്കാത്തെ? ഇപ്പൊ അങ്ങനെയായോ? ഇനി ഞാൻ വാക്ക് പറഞ്ഞിട്ടേ ഇല്ലെന്ന് പറഞ്ഞോളൂല്ലോ. നീ എന്ത് കാര്യം പറയുന്നേ? ഞാൻ എന്ത് വാക്കാ തന്നെ? മോഹനേട്ടൻ അടവ് കൈവച്ചാ മതി. പറഞ്ഞ വാക്ക് എന്താണെന്ന് മോഹനേട്ടൻ നല്ല ഓർമ്മയുണ്ട്. പക്ഷേ വാക്ക് പാലിക്കാൻ മനസ്സിലാത്തതുകൊണ്ട് ഉരുണ്ട് കളിക്കുന്നു. സത്യം എനിക്ക് ഓർമ്മയില്ല. ആ വേല ഇനി എന്റെ അടുത്ത് വേണ്ട മോഹനേട്ടാ. ഈ ജന്മത്ത് മോഹനേട്ടൻ്റെ കൂടെ ഞാൻ എവിടെയെങ്കിലും വരണമെങ്കിൽ മോഹനേട്ടൻ വാക്ക് പാലിച്ചേ പറ്റൂ. സാറേ, എനിക്ക് കാര്യം മനസ്സിലായില്ല. മനസ്സിലായില്ല, മനസ്സിലാവണ്ട. ഉത്തമ എന്തിനാന്ന് പോയി ചോദിക്കും. അപ്പോഴേക്കും ഷർട്ട് മണി തേച്ചു വെച്ചേക്കാം. ചെല്ലും മോനേട്ടാ.
അതെന്ത് വാക്കാ കൊടുത്ത്? നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. കേശവൻകുട്ടിയുടെ 15 സെന്റിന്റെ സ്കെച്ച് ഒന്ന് ശരിയാക്കി കൊടുക്കാമോ എന്ന് അവൻ ചോദിച്ചു. ഇന്ന് വൈകുന്നേരം അതുവഴി ചെല്ലാൻ സാറിന് സമയം ഉണ്ടായിരുന്നെങ്കിലേ. ഇന്ന് വൈകിട്ട് ഗംഗാധര സാറിന്റെ സ്ഥലം നോക്കാൻ ചെല്ലാമെന്ന് പറഞ്ഞിരിക്കുക. ഓ, ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് സാർ അപേക്ഷിച്ചിട്ടുണ്ട്. ഓ, അപ്പൊ സാറേ നാളെ വൈകുന്നേരം ആയാലോ? നാളെ വൈകിട്ട് ഒട്ടും പറ്റില്ല. അയ്യോ, തഹസിൽദാരുടെ മൂത്ത മകന്റെ കുട്ടിയുടെ പിറന്നാൾ ആഘോഷമാണ്, അതിന് പോയേ പറ്റൂ. തഹസീൽദാരുടെ വീട്ടിലെ പിറന്നാൾ ആഘോഷമാകുമ്പോ അടിപൊളി ആയിരിക്കുമല്ലേ? വലിയ വലിയ ആൾക്കാരൊക്കെ വരുമല്ലേ സാറേ? അത്ര വലിയ ആഘോഷമൊന്നുമില്ല. തഹസിൽദാറിന് വേണ്ടപ്പെട്ട ഏറ്റവും അടുപ്പുള്ള കുറച്ചുപേരെ മാത്രമേ വിളിച്ചെന്നാണ് തഹസിൽദാർ പറഞ്ഞത്. പക്ഷേ ഞാൻ പുള്ളിക്കാരന് വളരെ വേണ്ടപ്പെട്ട ആളാണല്ലോ. അതങ്ങനെ ആയിരിക്കുമല്ലോ സാർ. തഹസീൽദാർക്ക് മാത്രമല്ല, ജില്ലാ കളക്ടർക്ക് വരെ ഏറ്റവും വേണ്ടപ്പെട്ട ആളല്ലേ? എന്ത് സാറേ? പക്ഷെ ഒരു പ്രശ്നം. എന്ത് സാറേ? നാളത്തെ ആഘോഷത്തിന് ഭാമയും കൂട്ടി ചെല്ലണമെന്നാണ് തഹസിൽ പറഞ്ഞത്. ഭാമയോട് പറഞ്ഞപ്പോ അവള് പറയാൻ വരില്ല. അയ്യോ, അതെന്ത് സാറേ അങ്ങനെ? എന്താണെന്ന് തെളിച്ചു പറഞ്ഞിട്ടില്ല. ഞാൻ അവളോട് എന്തോ വാക്ക് പറഞ്ഞിട്ടത് പാലിച്ചിട്ടില്ല. ആ വാക്ക് പാലിക്കാതെ എന്നോട് ഒരിടത്തേക്ക് വരില്ലെന്നാണ് അവൾ പറയുന്നത്. എന്ത് വാക്കാണ്? ഒരു ഓർമ്മയില്ല, ചോദിച്ചിട്ട് പറയുന്നില്ല. ഭാമയില്ലാതെ തഹസിൽദാരെ വീട്ടിൽ പോയാൽ അത് നാണക്കേടാവില്ലേ ഉത്തമ? അത് ശരിയാണ് സാറേ. ബാക്കി എല്ലാരും കുടുംബമായിട്ട് ചെല്ലുമ്പോ സാറ് മാത്രം ഒറ്റയ്ക്ക് ചെല്ലുന്നത് ശരിയല്ല. സാറേ എന്താണ് സംഭവം? സാർ ഒന്നുകൂടെ വക്കീലിന്റെ ചോദിച്ചാണ്. എന്നിട്ട് അത് എന്തായാലും സാറൊക്കെ സാധിച്ചു കൊടുത്തേര്. അവളത് പറയുന്ന ലക്ഷണമല്ല ഉത്തമ. എന്നാ പിന്നെ സാറ് തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. സാറിന്റെ കൂടെ ഒരിടത്തും വരില്ല എന്നല്ലേ വക്കീല് പറഞ്ഞത്? അതെ. അപ്പൊ സാറ് കൊടുത്ത വാക്ക് എവിടെയോ പോകുന്നതുമായി ബന്ധപ്പെട്ടാണ്. വക്കീലിനോടൊപ്പം എവിടെയെങ്കിലും ചെല്ലാന്ന് സാറ് വാക്ക് കൊടുത്തായിരുന്ന? ചോദിച്ചാൽ ഒരു വാക്ക് ഞാൻ കൊടുത്തിരുന്നു. അതൊരു മാസം മുമ്പാ. എവിടെ പോകുന്ന കാര്യമാണ്? ഒരു ദിവസം മോനേട്ടാ, നാളെ ബുധനാഴ്ചയാണേ. അതുകൊണ്ട് കൊള്ളാം. നാളെയല്ലേ വിദ്യാലക്ഷ്മിയുടെ വിവാഹ വാർഷികം. നാളെ വൈകിട്ട് അവിടെ വീട്ടിൽ ചെല്ലാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടുള്ളതാ. മോനേട്ട കൂടെ വരണേ. എന്താ? ഞാനത് മറന്നുപോയി. നീ എന്താ ആ കാര്യം ഓർമ്മിപ്പിക്കായിരുന്നേ? അത് കുഴപ്പമില്ല, നാളെയല്ലേ പരിപാടി. അതല്ല ഭാമേ, നാളെ വൈകിട്ട് 3 മണിക്ക് കളക്ടർ വിളിച്ചൊരു യോഗം താലൂക്ക് ഓഫീസിൽ നടത്തുന്നുണ്ട്. അത് തീരുമ്പോ ഒരുപാട് വൈകും. കഷ്ടമുണ്ട് മോനേട്ടാ. വിദ്യാലക്ഷ്മിയുടെ വീട്ടിൽ പോകുന്ന കാര്യം ഞാൻ എന്നേ പറഞ്ഞതാ. അതിപ്പോ കളക്ടറുടെ യോഗത്തിന് വിളിക്കുമ്പോ പറയാൻ കൊള്ളാവുന്ന ന്യായമല്ലല്ലോ ഇത്. കളക്ടറുടെ യോഗം കുട്ടികളിയാണോ? ഒരു കാര്യം ചെയ്യ്, നീ ഒറ്റയ്ക്ക് പോ. അത് ശരിയാവില്ല. എല്ലാരും ചോദിക്കില്ലേ മോനേട്ടൻ എവിടെയാന്ന്? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, വരുന്ന അവധി ദിവസം നമുക്ക് രണ്ടുപേരും കൂടി വിദ്യാലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോവാം. തൽക്കാലം നീ വിദ്യാലക്ഷ്മി വിളിച്ച് കളക്ടറുടെ യോഗത്തിന്റെ കാര്യം ഒന്ന് പറയ്. അവസാനം വാക്ക് മാറ്റരുത്. ഇല്ല, മോഹനേഷ് ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. സാറേ അത് എന്നെ കാര്യം. വക്കീലിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയല്ലേ വിദ്യാലക്ഷ്മി വക്കീല്. അവരുടെ വീട്ടിൽ ചെല്ലാന്ന് വാക്ക് പറഞ്ഞിട്ട് അത് സാറ് സാധിച്ചു കൊടുക്കാതിരുന്ന വക്കീല് വിടുവോ? സാറേ, ഈ പെണ്ണുങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങളെല്ലാം അവർ വാശി പിടിക്കും. ഇത് സംഭവം അത് എന്നെ എത്രയും പെട്ടെന്ന് വിദ്യാലക്ഷ്മി വക്കീലിന്റെ വീട്ടിൽ പോകാന്ന് സാറൊരു വാക്കങ്ങ് പറ. പറ്റിയ അടുത്ത ഞായറാഴ്ച തന്നെ പോവാന്നും പറ. അതോടെ പ്രശ്നം അങ്ങ് തീരും. ശരി. കേശവങ്ങളുടെ സ്ഥലം വളക്കാൻ മറ്റന്നാൾ ചെല്ലാന്ന് പറഞ്ഞു. സാറേ വക്കീലിനെ കണ്ടിട്ട് വാ, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അതിന് അല്ല, സംഭവം എന്താകുമെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. സാറ് വക്കീലിനോടൊന്ന് കാര്യം പറ. റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ പോകണുള്ളൂ. അറിയാനൊന്നുമില്ല, സംഭവം തന്നെ. കാര്യം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനത് പുഷ്പം പോലെ പരിഹരിക്കും. ഒരു വില്ലേജിലെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന എനിക്കാണോ സ്വന്തം വീട്ടിലെ ഒരു നിസ്സാര പ്രശ്നം പരിഹരിക്കാൻ പ്രയാസം? പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഐഡിയ പറഞ്ഞു കൊടുക്കാൻ ഞാൻ വേണമായിരുന്നു. ഇപ്പൊ സാറ് ഭയങ്കര വില്ലേജ് ഓഫീസർ.
ഇത്രയും നിസ്സാര കാര്യത്തിനാണോ നീ വാശി പിടിച്ചത്? നിനക്കെന്നാ വിദ്യാലക്ഷ്മിയുടെ വീട്ടിൽ പോണ്ടത്? അടുത്ത ഞായറാഴ്ച പോയാലോ? വിദ്യയുടെ വീട്ടിലോ? എന്തിന്? അല്ല, കഴിഞ്ഞ മാസം വിദ്യാലക്ഷ്മിയുടെ വിവാഹ വാർഷികത്തിന് പോകാൻ പറ്റിയില്ലല്ലോ. എന്ത് ചെയ്യാനാ? കൃത്യം അന്ന് എന്നെ കളക്ടർ യോഗം വെച്ചളഞ്ഞു. അത് എന്റെ കുറ്റമല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല, പക്ഷെ അന്ന് പോകാൻ പറ്റത്തുണ്ട്. പിന്നൊരു ദിവസം വിദ്യാലക്ഷ്മിയുടെ വീട്ടില് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആ വാക്ക് ഞാൻ പാലിക്കാത്തതിന്റെ പേരിലാണല്ലോ നീ ഇപ്പൊ ഈ വാശി കാണിക്കുന്നത്. എന്നാര് പറഞ്ഞു മോനേട്ടാ? അത് ആരും പറഞ്ഞ കാര്യമില്ലല്ലോ. എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞൊക്കെ. എന്തായാലും നാളെ നമുക്ക് തഹസീൽദാരുടെ വീട്ടിൽ പോവാം. അടുത്ത ഞായറാഴ്ച വിദ്യാലക്ഷ്മി വീട്ടിലേക്കും പോവാം. ഞാൻ പറഞ്ഞല്ലോ, മോഹനേട്ടനോട് ഒരിടത്തേക്ക് ഞാൻ വരില്ല. വരണമെങ്കിൽ മോഹനേട്ടൻ പറഞ്ഞ വാക്ക് പാലിക്കണം. വാക്ക് പാലിക്കാം, അടുത്ത ഞായറാഴ്ച ആവട്ടെ. അതിന് ഞാൻ പറഞ്ഞ പ്രശ്നം അതല്ലല്ലോ മോഹനേട്ടാ. വിദ്യയുടെ അടുത്ത് പോവാന്ന് മോഹനേട്ട വാക്ക് പറഞ്ഞെന്നുള്ളത് നേരാ. പക്ഷെ അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തതുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ വിവാഹ വാർഷികത്തിന് വിളിച്ചിട്ട് അതിന് പോവാതെ പിന്നെ ചെന്നിട്ട് എന്താണ് കാര്യം? എന്റെ പ്രശ്നം അതൊന്നുമല്ല. പിന്നെന്താ? ആലോചിച്ച് നോക്ക്. ലോകത്തിലെ ഏറ്റവും ഓർമ്മയുള്ള ആളല്ലേ. ഒരു വാക്ക് പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് മറന്നാൽ എങ്ങനെയാ? എനിക്ക് ഓർമ്മയില്ല. അതെന്റെ പ്രശ്നം അല്ല മോനേട്ടാ. പക്ഷെ മോഹനേട്ടൻ വാക്ക് പാലിക്കാതെ ഞാൻ മോഹനേട്ടനോട് എവിടേക്കും വരില്ല. ഇതെന്തൊരു കഷ്ട. ഇനിയിപ്പൊ എന്തായിരിക്കും അത്? പോയാ? എന്താ ഈ വക്കീൽ കൂടെ വരാൻ സമ്മതിച്ച? ഇല്ല. എന്തു പറ്റി? വിദ്യാലക്ഷ്മിയുടെ വീട്ടിൽ പോകുന്നല്ല പ്രശ്നം. പിന്നെ വേറെന്തോ പ്രശ്നം എന്ന് വക്കീൽ പറഞ്ഞു. അപ്പൊ പിന്നെ വേറെ എവിടെ പോവാന്നാണ് സാർ വാക്ക് കൊടുത്തത്? അല്ല സാറേ, ഇതിപ്പോ എവിടെയെങ്കിലും പോകുന്ന കാര്യമായിരിക്കണമെന്നില്ല. സാറ് വക്കീലിന് പുതിയ ഉടുപ്പെങ്ങാനും വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിരുന്ന. അതായത് സാറ് വക്കീലിന് പുതിയ സാരിയോ ചുരിദാറോ വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. സാർ അതങ്ങ് മറന്നുപോയി. വക്കീൽ മറന്നുമില്ല. എവിടെയെങ്കിലും പോകുന്ന കാര്യം വരുമ്പോ പുതിയ ഉടുപ്പ് കിട്ടിയാലേ സാറിന്റെ കൂടെ വരൂ എന്ന് വാശി പിടിക്കാൻ വക്കീൽ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു സാധ്യതയില്ലേ? ചുറ്റുപത്രം. മോനേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞ കേട്ടപാടെ പറ്റില്ല എന്ന് പറയരുത്. RK സാരീസില് നല്ല അടിപൊളി ചുരിദാർ വന്നിട്ടുണ്ട്. അടുക്കൊരു ഗീത പിനിങ്ങാൻ പറഞ്ഞ വാങ്ങി. എന്തൊരു രസാന്ന് അറിയാൻ മോനേട്ടാ. ഒരു 2000 രൂപ കൊടുത്താൽ മതി. ഒരു 2000 രൂപ തരുമോ? നിനക്ക് ആവശ്യമുള്ള ചുരിദാർ ഇവിടെ ഉണ്ട്. പുതിയത് വാങ്ങേണ്ട കാര്യമില്ല. അത് മോനോട്ടാണോ തീരുമാനിക്കുന്നത്? പുതിയൊരു ചുരിദാർ വാങ്ങിയിട്ട് നാളെ എത്രയായി? എവിടെ പോലും പഴയ ഇട്ടോണ്ട് പോണം. എനിക്ക് നാണമായി തുടങ്ങി. എങ്കിൽ നീ എവിടെയും പോകണ്ട. ശരി, ഇനി മോഹനേട്ടനോട് എവിടെയെങ്കിലും പോകാൻ എന്നെ വിളിക്കൂല്ലോ. ഇതിന്റെ ബാക്കി ഞാൻ അപ്പ പറയാം. ഇനി എന്നെയും കൂട്ടി മോഹനേട്ടൻ എവിടെയെങ്കിലും പോയത് തന്നെ. നിന്നെയും കൂട്ടാതെ പോകുന്നതാണ് എനിക്കിഷ്ടം. എന്താ സാറേ, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇവിടെ നിൽക്ക്. ഈ പ്രശ്നം നിസ്സാരമായി ഞാൻ പരിഹരിക്കുന്നത് കണ്ടോ? സാറേ, സംഭവം എന്താണെന്ന് പിടി കിട്ടിയാ? ഉത്തമ, എന്റെ ഓർമ്മശക്തിയെ പറ്റി ഉത്തമൻ അറിയില്ല. ഈ പ്രശ്നം അടുത്ത 1 മിനിറ്റിനുള്ളിൽ ഞാൻ നിർത്തിരിക്കും. ഇത്തവണ സാറിന് കാര്യം പിടികിട്ടി. അതിപ്പോ എന്തായിരിക്കും സംഭവം? നീ ആ പറഞ്ഞ ചുരിദാറിന് എത്ര രൂപയാവും? ഏത് ചുരിദാർ? നീ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ RK സാരീസിൽ പുതിയ ചുരിദാർ വന്ന കാര്യം. അപ്പോ കയ്യിൽ പൈസ ഇല്ലാത്തോണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ. പക്ഷെ ഇന്നെന്റെ പൈസ ഉണ്ടല്ലോ. നീ RK സാരീസിൽ പോയി ചുരിദാർ വാങ്ങിച്ചോ.
എനിക്കിപ്പോഴും കാര്യം മനസ്സിലായില്ല. ദിലപുത്ര മനസ്സിലാക്കാൻ തിരിക്കുന്നു. നീ ചുരിദാർ വാങ്ങുന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പറ്റില്ലാന്ന്. അപ്പൊ നീ പറഞ്ഞു പുതിയ ചുരിദാർ കിട്ടാതെ നീ ഇനി എന്നോടൊപ്പം എങ്ങും വരില്ലാന്ന്. അവരാണല്ലോ നീ ഇപ്പൊ വാശി പിടിക്കുന്നത്. മോഹനേട്ടാ, ഒരു ചുരിദാറിന്റെയും പേരിലല്ല ഞാൻ ഇതെല്ലാം പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ മോഹനേട്ടൻ ഒരു ഭൂലോക വിശുക്കനാണെന്നും എന്റെ ഒരു ആഗ്രഹത്തിന് പേര് 10 പൈസ വരെ മുടക്കൂല എന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടെ? ചുരിദാറല്ല പ്രശ്നം. അല്ല, പിന്നെ മോഹനേട്ടൻ ആലോചിക്കേ. കഴിഞ്ഞ മാസത്തെയും കഴിഞ്ഞ ആഴ്ചത്തെയും കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെറുതെ നേരം കളയാൻ നിൽക്കണ്ട. ഒന്നും വാങ്ങിത്തരാത്തതല്ല പ്രശ്നം. അതാണെന്ന് ആര് പറഞ്ഞു? ഉത്തമൻ പറഞ്ഞു. ഓ, ഉത്തമൻ ഇതുവരെയായിട്ട് പോയില്ലേ? അപ്പോ സാറിന് ഓരോന്ന് പറഞ്ഞ് ഉപദേശിച്ച് ഇങ്ങോട്ട് വിടുന്നപ്പോ ഉത്തമനാണല്ലേ? നാണല്ലേ മോഹനേട്ടന്? ഞാനും മോഹനേട്ടൻ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോ അത് പരിഹരിക്കാൻ ഉത്തമൻ എങ്ങനെയാ പറ്റുക? കല്യാണം പോലും കഴിക്കാത്ത ഉത്തമൻ എങ്ങനെയാണോ ഇതിനെ പറ്റിയൊക്കെ പറയുക? ഒരു ഭയങ്കര വില്ലേജ് ഓഫീസറും ഉപദേശിക്കാൻ ഒരു ബ്രോക്കറും. കഷ്ടം തന്നെ. ഉത്തമനാണ് ഇതിലെല്ലാത്തിനും കാരണക്കാരൻ. നോക്കൂ ഞാൻ കാര്യം അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയണം. അല്ല, അത് അറിയാത്ത കാര്യം അറിയാന്ന് പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കരുത്. അറിയിപ്പോളില് അല്ല, അതിന് ഞാൻ എന്താണ് സാറേ? ഭാമയ്ക്ക് ചുരിദാർ വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിലാണ് അവള് പിണങ്ങിയെന്ന് ഉത്തമൻ ആരാ പറഞ്ഞത്? വിഡ്ഢിത്തരം പറയുന്നതിന് അതിലുണ്ട്. അല്ല സാറേ, ഞാൻ ഒരു ഈ സാധ്യത. ഇല്ല 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 ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെയാ സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെ പറ്റി അറിയുന്നത്? വെറുതെ ആവശ്യമില്ലാതെ മറ്റുള്ളവരെ വഴിതെറ്റിക്കരുത്. ഇതിലിപ്പോ ഞാൻ എന്താണ് സാറേ ചെയ്തത്? ഞാൻ പറഞ്ഞല്ലോ, ചുരിദാർന്ന് വാങ്ങിക്കൊടുക്കാത്തല്ല പ്രശ്നം, വേറെന്തോ ആണ്. ഉത്തമൻ പോയില്ലേ? ഉത്തമനാണ് ഇവിടെ നിന്ന് വില്ലേജ് ഓഫീസർ ഉപദേശിച്ച് വിടുന്നതെന്ന് മോഹനേട്ടൻ പറഞ്ഞു. എന്താണ് ഉത്തമന്റെ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ കേശവൻകുട്ടിയുടെ സ്ഥലത്തിന്റെ സ്കെച്ച് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുമോ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ സാർ പറഞ്ഞു ഇന്ന് സാറിന് ഗംഗാര സാറിന്റെ സ്ഥലം നോക്കാൻ പോണോന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു നാളെ കാണുമോ എന്ന്. അപ്പൊ സാറ് പറഞ്ഞു നാളെ തഹസീൽദാറിന്റെ വീട്ടിലേക്ക് പോണോന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു തഹസീൽദാരുടെ വീട്ടിൽ അവിടെ എന്താണ് സാറേ വിശേഷമെന്ന്. അപ്പൊ സാറ് പറഞ്ഞു തഹസീൽദാരുടെ കൊച്ചുമോന്റെ പിറന്നാളാണെന്ന്. അങ്ങനെ പറഞ്ഞ് വന്നപ്പോഴാണ് വക്കീല് വാശി പിടിച്ച് നിൽക്കുന്ന കാര്യം ഈ സാറ് പറഞ്ഞത്. അങ്ങനെ സാറിന്റെ വിഷമം കണ്ടപ്പോ ഒരു പരിചയക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ വെറുതെ ഒന്ന് സഹായിച്ചതാണ്. അത് കൂടുതലൊന്നുമില്ല. മോഹനേട്ടൻ എന്നോട് പറഞ്ഞൊരു വാക്ക് മോഹനേട്ടൻ തെറ്റിച്ചു. അതെന്താണെന്ന് ഓർക്കേണ്ടത് മോഹനേട്ടനല്ലേ? അതിലെങ്ങനെയാണ് ഉത്തമൻ മോഹനേട്ടനെ സഹായിക്കുന്നത്? അല്ല, ഞാനിങ്ങനെ പൊതുവേ ഇങ്ങനെ നിങ്ങൾ വഴക്കുണ്ടാക്കാൻ സാധ്യതയുള്ള കാരണങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഉത്തമ, ഇതിലിങ്ങനെ ആലോചിക്കാൻ മാത്രം ഒന്നുമില്ല. ഇന്നലെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ മോഹനേട്ടൻ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നു. അതാണ് പ്രശ്നം. ഇന്നലെ രാത്രി കിടക്കുന്നില്ലേ മോനേട്ടാ? തീർക്കാൻ റിപ്പോർട്ടായിരുന്നു. ഓഫീസിൽ നിന്ന് വൈകിട്ട് 5 മണി വരെ തീർന്നില്ല. നാളെ ഉച്ചയ്ക്ക് താലൂക്ക് ഓഫീസ് കൊടുക്കാളാ. ഇനി നാളെ രാവിലെ ആഫീസിൽ പോയിട്ട് എഴുതാം. വന്ന് കിടക്കാൻ നോക്ക്. അതെ, വെറുതെ ഇരുന്നപ്പോ എനിക്ക് തോന്നി ഒരു പായസം ഉണ്ടാക്കിയാലോ എന്ന്. ഇനിയിപ്പോ രാത്രി വെച്ചിട്ടെന്തിനാ, രാവിലെ എഴുന്നേക്കുമ്പോ പായസം വെച്ചുതരാം. മോഹനേട്ടൻ വേണമെങ്കിൽ അത് കുറച്ച് ആഫീസിൽ കൊണ്ടുപോവാ. നീ ഉണ്ടാക്കുന്ന പായസം ഓഫീസിലെ കൊണ്ടുപോയി എന്റെ മാനം പോവില്ലേ? സ്വയംപ്രഭയ്ക്കും കാഞ്ചനക്കൊക്കെ അതിൽ നന്നായിട്ട് പായസം ഉണ്ടാക്കാൻ അറിയായിരിക്കും. അത് പായസം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ മതി. നാളെ ഞാൻ ഉണ്ടാക്കുന്ന പായസം മോഹനേട്ടൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാ എനിക്കിത് തരും. അപ്പം പായസം അത്രയ്ക്ക് നല്ലതാണെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മാരാ. മോഹനേശ്വർ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. പായസം രാവിലെ ഞാൻ ഉണ്ടാക്കി. മോഹനേട്ടൻ ഒരു ഗ്ലാസ് കഴിക്കുകയും ചെയ്തു. അത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നുള്ളത് നേരെ. പക്ഷേ അത് പോരല്ലോ സാറേ. എന്താ സാറേ സംഭവം? ഇന്ന് അവള് പായസം ഉണ്ടാക്കാൻ നന്നായാൽ അവക്ക് എന്താണ് പായസം? ഒന്നുമില്ല, പായസം നല്ലതല്ലേ? നന്നായാൽ കൊള്ളാം.
അല്ല പായസം നന്നായി കഴിഞ്ഞാൽ എന്തോ വാങ്ങി കൊടുക്കാന്ന് സാറ് വക്കീലിനോട് പറഞ്ഞു. എന്താണ് വക്കീലെ സംഭവം? അത് പറ. പോയിട്ടെന്ന് അധ്യക്ഷുള്ളല്ലേ? എനിക്ക് ഓഫീസിൽ പോകാനുള്ള നേരമായി. എന്തായാലും എന്താണ് കാര്യം എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇത്രയും നേരം നിന്നില്ലേ. അപ്പൊ പിന്നെ ഇതും കൂടെ അറിഞ്ഞിട്ട് ഞാൻ പോണുള്ളൂ. എന്താണ് സാറേ കാര്യം? കാര്യം ഞാൻ പറയാം. പായസം നന്നായിട്ടുണ്ടെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാന്ന് വലിയ ഓഫീസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേതുവരെ അടി കിട്ടിയില്ല. സാറേ 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 എന്താ? ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞ സാറേ സാറേ ഇവിടെ 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 ഭർത്താവേ ഭാര്യയ്ക്ക് തമാശക്ക് ഉമ്മ കൊടുക്കുവോ? എന്റെ സാറേ ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യ ഉമ്മ കൊടുക്കുന്നതിനെ സാറേ വെറുതെ പന്തായി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. മതി മതി മതി. ഒരു ഉമ്മയുടെ പേരിലാണ് ദാണ്ട 1/2 മണിക്കൂർ വഴക്കുണ്ടാക്കിയതല്ലേ. വഴക്കുണ്ടാക്കാൻ കൊള്ളാന്നുള്ളൊരു കാരണം കിട്ടാത്തോണ്ട് നിങ്ങൾ കാണിച്ച സാഹസം എന്നാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇതെന്നാലും കുറച്ച് കടുത്തുപോയി. എന്നാലും എന്റെ അമ്മ ഞാനിത് ആരുടെ പറയില്ല കേട്ടാ. എന്തിനാ ഉത്തമം നിന്നപ്പോ ഉമ്മയുടെ ആരും പറഞ്ഞ? മോനോട് എനിക്ക് ഉമ്മ തരുന്ന കാര്യമില്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഉത്തമൻ അറിയാലോ. എന്നാലും അത് വേണ്ടായിരുന്നു. ഞാനങ്ങനെ ഉത്തമന്റെ മുഖത്ത് നോക്കും. ഭാര്യയ്ക്ക് ഉമ്മ കൊടുക്കുന്ന ഭർത്താക്കന്മാർക്കേ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കല്യാണം കഴിച്ച ഒരൊറ്റ ആണുങ്ങൾക്കും ആരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. അതുപോട്ടെ, പ്രശ്നം എപ്പോഴും തീർന്നിട്ടില്ല. എന്ത് പ്രശ്നം? നാളെ തഹസിൽദാരുടെ വീട്ടിൽ പോണ്ടേ? പോണം. അപ്പൊ ആദ്യം വാക്ക് പാലിക്ക്. പാലിക്കാം, തീർന്നില്ലേ? ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുക എന്നതാണ് മര്യാദ. മോഹനകൃഷ്ണൻ മറന്നുപോയതിന്റെ പേരിലുണ്ടായ കോലാഹലങ്ങൾ ഇവിടെ തീരുന്നു. ഒരു ഉമ്മ എന്നത് വില്ലേജ് ഓഫീസർ കരുതുന്നത്ര അപകടകരമായ ഒന്നല്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.